എടി കുൽസു സൂറ മജീദേ വേഗം കൈയ്യകം തിന്നായിരുന്ന. ഇമ്മ ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് നല്ല ചോറും മീൻകറിയും പപ്പടും അച്ചാറും നല്ല ജീരകട്ട എന്താ? നല്ല ജീരകട്ട തിളപ്പിച്ചാറിയ വെള്ളം. മഴക്കാലത്ത് അതൊക്കെയാണ് കുടിക്കേണ്ടത്. ആ സൂറ എവിടെ? ഓള അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട്. ഇന്ന് ഞാൻ ഓളെ പോയി വിളിച്ചിട്ട് വരാം. എന്നൊരു കാർട്ടൂണൊക്കെ അല്ലേ കാണല്, ഇന്നെന്തേ വാർത്ത കാണുന്നു? ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, ഇനി എങ്ങനെ സ്കൂള് തുറക്കണ മാറ്റി വെച്ചാലോ? അങ്ങനെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ അറിയിക്കൂലേ? ഇനെങ്ങാനും ഓലെ അറിയിക്കാൻ മറന്നുപോയാലോ? നീച്ച് പെയ്ക്കോടിച്ച് എടി ഇപ്പൊ വരുന്നുണ്ട്, വേഗം ടി വി ഓഫ് ആക്കിക്കോളി. നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു? ഞങ്ങളിവിടെ പഠിക്കാതിരിക്കുന്നു. നിങ്ങൾ ടി വി കാണാൻ എനിക്ക് മനസ്സിലായിക്കണോ? ടി വിക്ക് ചൂടുണ്ട്. അതിപ്പ ഞങ്ങൾ പഠിക്കാൻ പോവുന്നു. ഇനി ഒന്നും പറയണ്ട. മഴക്കാലത്ത് ടി വി ഓണാക്കാതിരിക്കണ നല്ലത്. ഇനി ഓണാക്കണില്ല. എന്നാ വേഗം പെയ്ക്കോളി, ഇനി ലേറ്റ് ആവാൻ നിക്കണ്ട. വാ പോയിരിക്ക. ഇന്ന് ബസ്സിലുണ്ടായ കാര്യം ഞാൻ ഉമ്മ അറിയോ? അതെന്തായാലും ടീച്ചർ വിളിച്ച് പറഞ്ഞോളും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തായാലും. ഇന്നാലോ ഡ്രൈവർ എന്തിനാ എന്നോട് ചൂടായി? ഞാൻ ചോദ്യം ചോദിച്ചുള്ളൂ. അത് എന്നോടാണ് ചോദിക്കണ്ട്. ഇതാ ഡ്രൈവറിനോട് പോയി ചോദിച്ചേ. ഉമ്മ ഞങ്ങൾ വന്നു. വന്നോ? നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു, സ്കൂൾക്ക് വരാൻ പറഞ്ഞോളൂ. എന്നോട് സൂറയും കൂടിയിട്ട് വരാനാ പറഞ്ഞത്. കുൽസും മജീദും അകത്ത് കയറിയിരുന്നോ? ഞാനും സൂറി സ്കൂൾക്ക് ഒന്ന് പോയിട്ട് വരാം. ഡേ സൂറ, ഇതെന്ത് വായും പൊളിച്ച് നിൽക്കുക? വേ നടക്ക് സ്കൂൾക്ക്. വാ പോവമ്മ. സാറേ നിങ്ങളെന്താ വരാൻ പറഞ്ഞേ? നിങ്ങളെ മകള് കാരണം ഇന്ന് ഞങ്ങളെ ബസ് ആക്സിഡന്റ് ആയി. അതിന് എന്റെ മകളെ ബസ് ഓടിച്ചിന്ന്? അല്ല പിന്നെന്താ? നിങ്ങളെ മകള് ഞങ്ങളുടെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാരാണെന്ന് പറയാമോ എന്ന് ചോദിച്ച് കണ്ണുകൊത്തി. ഞങ്ങളെ ബസ് അങ്ങനെ മതില് പോയി ഇടിച്ചു. എന്നിട്ട് ഡ്രൈവർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞോ? അതാ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അതൊരു വിഷയം തന്നെയാണ്. ആ പൊട്ടൻ ഡ്രൈവർ ഉത്തരം തെറ്റിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ഇത്രയും കാലം പരിചയമുള്ള ഒരു കുട്ടീന്റെ ഒറ്റ മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഡ്രൈവർ എന്ത് മണ്ടനാണ്. ഇവനൊക്കെ ഡ്രൈവറാക്കി വെച്ച വണ്ടി മതിലിടിക്കല്ല, കൊക്കേരന്നെ പോയി ചാടും. നിങ്ങൾ കേടന്ന ബസ് നേരാക്കാനുള്ള പൈസ തരണം. നിങ്ങൾ വിവരമില്ലാത്ത ഡ്രൈവർ റേസ് ഇന്റെ വിറ്റ അതൊന്നും പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ പൈസ തരണം. ഇനിയിപ്പോ സ്കൂൾ ഇറക്കുമ്പോഴത്തേന് ബാഗും ബുക്കും അല്ലാതെ ബസ്സും ഞാൻ വാങ്ങണോ? ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എടി സൂറ, അനക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരണ്ട്. അയ്യപ്പോ ഞാനെന്താ ചെയ്ത്? ഞാനൊന്ന് കണ്ണുകൊത്തി കളിച്ചതല്ലേ. എൻ്റെ ഒരു കണ്ണുകൊത്തിക്കളി. അനക്ക് കണ്ണുകൊത്തുമ്പോ കുറച്ച് വിവരമുള്ള ആരുടെയും കണ്ണുകൊത്തിക്കൂടെ? അല്ലാതെ ഓരോ പൊട്ടന്മാരെ കണ്ണുകൊത്താൻ പോയിട്ട് അത്രയും പ്രശ്നം ഉണ്ടായത്. എല്ലാരും ഇന്നെപ്പോലെ വിവരമുള്ളവരാണെന്നില്ല. ഒരു വിവരമില്ലാത്ത പ്രിൻസിപ്പാളും ഡ്രൈവറും. പിന്നെ നിങ്ങൾക്ക് നല്ല വിവരാണല്ലോ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല വിവരാണെന്ന് പറഞ്ഞതാ. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. ഇന്നെന്തേലും കഴിക്കുക. എടി പെണ്ണെ വേഗം കഴിക്ക്. അതെന്താ പതുക്കെ കഴിച്ചാ? വേഗം വീട്ടിൽ എത്തണം, ഇല്ലെങ്കിൽ കുൽസുവിനും മജീദിനും സംശയമാവും നമ്മളും എല്ലാം കഴിച്ചോണം. നമ്മൾ കഴിച്ച കാര്യം ഓലെത്ര ചോദിച്ചാലും ഇത് പറയരുതേ. ഞാൻ പറയൂല. നിങ്ങളെന്താ വരാൻ വൈകിയത്? നിങ്ങളെ പ്രിൻസിപ്പാൾക്ക് കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു, അങ്ങനെ നേരം വൈകിയതാ. എന്നിട്ട് മര്യാദ പഠിച്ചോ? എവിടുന്ന്? അയാളോട് വർത്താനം പറഞ്ഞിട്ട് ഇന്റെ കുറെ സമയം പോയി. സൂറാന്റെ അടുത്തേക്ക് വരുമ്പോ നല്ല ഫുഡിന്റെ സ്മെല്ലുണ്ടല്ലോ. അത് മാത്രല്ല, ഓളെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. നിങ്ങളെ വൈകിട്ട് ഫുഡ് കഴിച്ചോ? ഏയ്, ഞങ്ങൾ കഴിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നല്ല സമൂസന്റെ സ്മെല്ലുണ്ട്. അപ്പൊ ഞങ്ങളില്ലാതെ നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചല്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഇവളെ എത്തിയാണെങ്കിൽ വിളിച്ചുണ്ടായത്. നിങ്ങൾ രണ്ടുപേരും കഴിക്കാത്തോണ്ട് എന്റെ തൊണ്ടേന്ന് ഇറങ്ങുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ്. അങ്ങനെ ഒന്നും ഇരുന്നില്ലല്ലോ, നിങ്ങൾ അവിടെ നല്ല വെട്ടുപിഴുങ്ങലായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ പറ്റിക്കിരുന്നല്ലേ? അതിന്റെ പകരം
ഇന്ന് ഫുഡ് വേണം. അപ്പ പക്ഷെ സൂറാക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളെ വായി നോക്കിയിരിക്കേ? ആ ഈ നോക്കിയിരിക്കണം. ആ ഈ ഒന്ന് കഴിച്ചില്ല, ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഇനി അടി കൂടണ്ട, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി സമൂസ കഴിച്ചോ. സൂറി ഞാനും വീട്ടിലിരുന്നോളാം. എന്നാലും നിങ്ങൾ പറ്റിച്ച് ഞങ്ങൾ മറക്കൂല. അതന്നെ.